പിന്നെ മഗ്രിബിന്റെ കാര്യമൊന്നും പറയണ്ട. മഗ്രിബിന്റെ കാര്യം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ വുളൂഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. വുളൂഒക്കെ ചെയ്ത് നിസ്കാര കുപ്പായൊക്കെ ഇട്ട് മുസല്ലയും വിരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ബാങ്ക് വിളിച്ച അപ്പൊ നോമ്പ് ഉറിക്കുന്ന പോലെയാ നിസ്കാരം. നീ അഥവാ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തട്ടിയാ മതി. സമയമായി അല്ലാഹു അക്ബർ. സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ നിസ്കരിച്ച് തീർക്കണം. അതിന്റെ ഒരു വെപ്രാളവ. പെട്ടെന്ന് നിസ്കാരം തീർക്കണം. ചന്ദനമഴ ഇപ്പൊ തുടങ്ങും, പരസ്പരം ഇപ്പൊ തുടങ്ങും, നിലവിളക്ക് ഇപ്പൊ കത്തിക്കും. അതിനു മുമ്പ് നീ അഥവാ സീരിയൽ തുടങ്ങിയ ടിവിയുടെ മുമ്പിലായിരിക്കും മുസല്ല വിരിക്കുന്നത്. അല്ലാഹു അക്ബർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, സൂറത്തും കഴിഞ്ഞാലും റുക്കൂഇ പോവില്ല. നിസ്കരിക്കല്ലേ ടിവിയും കണ്ടിട്ട്. അല്ലോ പരസ്യം വരുമ്പോ ഒരൊറ്റ റുക്കുവ. അതുവരെ ഇങ്ങനെ ടിവിയിൽ നോക്കിയിരിക്കും. ഇത് നിസ്കാരമായി. ഇതൊക്കെ തഹിയാത്തിൽ ഇങ്ങനെ തഹിയാത്തുൽ മുബാറക്ക് പറയുമ്പോഴും ടിവിയിൽ നോക്കി നടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നവരുടെ കാര്യം പോലും ഇങ്ങനെയാ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാകണം. ഇപ്പൊ എന്താ, ഗർഭിണിയൊക്കെ ആയി കഴിഞ്ഞാൽ, പ്രസവമൊക്കെ കഴിഞ്ഞാൽ പിന്നെ 40 ദിവസം വരെ നിസ്കാരം പെൻഡിങ്ങാ. 40 ചൂടാ. അത് ഇവക്ക് മാത്രമല്ല, ഉമ്മാക്കും ഉമ്മുമാക്കും ഒന്നും നിസ്കാരം ഉണ്ടാവില്ല. പെണ്ണിനെ നോക്കുന്നുണ്ട് നിസ്കാരം ഇല്ല. കുഞ്ഞു പെടുത്തു, കുഞ്ഞ് കാഷ്ടിച്ചു, കുഞ്ഞിനെ കുളിപ്പിക്കണം. ഇവക്ക് നിസ്കാരമില്ല, ഉമ്മാക്ക് നിസ്കാരമില്ല, ഉമ്മാമാക്ക് നിസ്കാരമില്ല. ഇവിടെ നോക്കാൻ നിൽക്കുന്ന പെണ്ണിന് നിസ്കാരം, ആർക്ക് നിസ്കാരമില്ല. 40 ദിവസം പ്രസവ കുളി വരെ പെൻഡിങ്ങില്ല, ഒക്കെ പെൻഡിങ്ങില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണ് അവളുടെ നിഫാസ് രക്തം അതങ്ങനെ 40 ദിവസം വരെ ഒന്നും പോണമെന്നില്ല. ചിലപ്പോ 10 ദിവസം കഴിഞ്ഞ് നിൽക്കാം, അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് നിൽക്കാം. എപ്പോ നിന്നോ അപ്പൊ കുളിക്കണം. അതുമുള്ള നിസ്കാരം അവൾക്ക് ഫർളാ. 40 ദിവസം വരെ വീട്ടിൽ ആർക്കും നിസ്കാരമില്ല. സൂക്ഷിക്കണം. സ്വർഗത്തിലേക്ക് പോകണോ പെണ്ണുങ്ങളെ? വാതിനൊക്കെ കുറെ വാള് കേട്ടു, അൽഹംദുലില്ലാ, നല്ല കാര്യമാ. വാളൊക്കെ കേൾക്കുന്നത് നല്ല. സ്വർണ്ണമൊക്കെ ഊരിത്തരണോ, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾ എന്തേലും ഊരി തന്നിട്ടേ കാര്യമുള്ളൂ. അതൊക്കെ അൽഹംദുലില്ലാ നല്ലതാ. പക്ഷേ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിസ്കരിക്കണം. നിസ്കാരം കൃത്യമാകണം. സുന്നത്ത് നിസ്കാരം നടത്തണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല, ഓരോ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തയ്യാറുണ്ടോ? ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ബാധകമാ. 12 റക്അത്ത് ഒരു ദിവസം സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് വേണ്ടി പടച്ചവൻ സ്വർഗത്തിൽ ഒരു മണിമാളിക, സൗകര്യങ്ങളുള്ള, സൗന്ദര്യങ്ങളുള്ള, അനുഗ്രഹങ്ങളുള്ള ഒരു വലിയ മണിമാളിക സ്വർഗത്തിൽ അല്ലാഹു തആല അവർക്ക് വേണ്ടി പടച്ചു കൊടുക്കും. 12 റക്അത്ത് മനസ്സിൽ കുറിച്ചു വെച്ചോളി. ലോഹറിന് മുമ്പ് ഒരു 4 റക്അത്ത്, ലോഹർ കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, മഗ്രിബ് കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, ഇശാ കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, സുബഹിക്ക് മുമ്പ് ഒരു 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരു മണിമാളിക. എത്ര എളുപ്പമാ സ്വർഗത്തിൽ പോകല്. അമലുകളൊക്കെ ചെയ്ത് ഇങ്ങനെ പടച്ചവന് പൊരുത്തപ്പെട്ട ഒരു ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയാത്തതെന്തേ? മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരാൾ ഫർള് നിസ്കരിച്ചു കഴിഞ്ഞ് ആ ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ആയത്തുൽ കുർസി, നമുക്കൊക്കെ അറിയാലോ ആയത്തുൽ കുർസി. ഫർള് നിസ്കാരം കഴിഞ്ഞു ഒരാൾ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്കും സ്വർഗത്തിനും ഇടയിലുള്ള ഒരേ ഒരു വ്യത്യാസം മരണം മാത്രമേ ഉള്ളൂ. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, സ്വർഗത്തിലേക്ക് പോകാം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ റാണിയാകാനുള്ള അവസരങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു തരിക. നിസ്കാരം കഴിഞ്ഞിരുന്ന ഒരു ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതുക. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം സുബഹിക്ക് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു, ബിലാലേ വാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒന്ന് മുമ്പിൽ നിന്നു. റസൂലുള്ളാഹി ചോദിച്ചു, ബിലാലേ, എന്നെക്കാൾ മുമ്പ് നീ എങ്ങനെയാ ബിലാലേ സ്വർഗത്തിൽ പോയത്? ആ ചോദ്യം ഒന്ന് ചിന്തിക്കണേ. എന്നെക്കാൾ മുമ്പേ നീ എങ്ങനെ ബിലാലേ സ്വർഗത്തിൽ പോയി? റസൂലുള്ളാഹി തങ്ങൾ പറയാ,
ബിലാൽ റളിയല്ലാഹു അൻഹു അന്തം വിട്ടു നിൽക്കുമ്പോൾ റസൂലുള്ള പറയുന്നു, ബിലാലേ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു. അല്ലാഹ് എനിക്ക് ആ സ്വർഗത്തിൽ കാണിച്ചു, സ്വർഗത്തിൽ എന്നെ കൊണ്ടുപോയി. എനിക്ക് മുമ്പേ നീ നടക്കുന്ന നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു ബിലാലേ. അതെങ്ങനെയാ? എന്നെക്കാൾ മുമ്പേ നിനക്കങ്ങ് സ്വർഗം, അതെങ്ങനെ കിട്ടി ബിലാലേ? മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ എപ്പോ ബാങ്ക് വിളിച്ചാലും 2 റക്അത്ത് നിസ്കരിച്ചിട്ടാ ബാങ്ക് വിളിക്കുന്നത്. മാത്രമല്ല എപ്പോ ഒളു പോയാലും ഞാൻ ഉടൻ തന്നെ ഒളു എടുക്കും. ദാഇമുൽ വുളു, എപ്പോഴും ഒളുവോടുകൂടി കഴിയുക. എപ്പോഴും ആ ഒരു സ്വഭാവമൊക്കെ നമുക്കുണ്ടാകണം. കഴിവതും ഒളു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒളു എടുത്തോണ്ട് ഇറങ്ങുക, ഒന്ന് ഒളു എടുത്തോണ്ട് പോവുക. ആ ഒരു സൂക്ഷ്മത, അതൊരു പ്രകാശവാ. തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ ഒരു കാരണവാ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം സൂക്ഷിച്ചാൽ, റമളാനിൽ നോമ്പ് പിടിച്ചാൽ, ഭർത്താവിനെ അനുസരിച്ചാൽ, ശരീരത്തെ സൂക്ഷിച്ചാൽ, നമ്മളൊന്ന് നോക്കിയേ, ഈ 4 കാര്യങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. നിസ്കരിക്കലും നോമ്പ് പിടിക്കലും അള്ളാഹുവിനോടുള്ള പ്രധാനപ്പെട്ട കടമയിൽപ്പെട്ടതാ. ഭർത്താവിനെ അനുസരിക്കലും പാതിവൃത്യം സൂക്ഷിക്കലും ഭർത്താവിനോടുള്ള കടമകളിൽപ്പെട്ടതാ. സഹോദരിമാരെ, സ്വർഗം വേണം, അള്ളാഹുവിനോടുള്ള കടമകൾ മാത്രം പൂർത്തീകരിച്ചാൽ പോരാ, ഭർത്താവിനോടുള്ള കടമകളും പൂർത്തീകരിക്കണം. ഭർത്താവിനോടുള്ള കടമകളും പൂർത്തീകരിക്കണം. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഒരു പെണ്ണിനും സ്വർഗമില്ല. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത ഒരു പെണ്ണിന്റെയും അമലുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ പൊരുത്തം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ ഓരോ ആളുകളെയും കൈപിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടത്തുന്നവരാ. ഹബീബായ മുത്തിന്റെ കൈപിടിച്ച് വേണം സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ. അവിടുന്ന് നിന്റെ ശഫാഅത്ത് കിട്ടിയിട്ട് വേണം സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ. എന്നാൽ ഹബീബായ റസൂൽ പറയുന്നു, ഇന്നി അബ്ഗളു അൻ തകൂനൽ മർഅതു തഷ്കു സൗജഹാ. സ്വന്തം ഭർത്താവിനെ പറ്റി പരാതി പറയുന്ന, ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന പെണ്ണ്, അവളോട് എനിക്ക് ഏറ്റവും വെറുപ്പും ദേഷ്യവുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ദേഷ്യം പിടിച്ചു പറ്റിയാൽ പിന്നെ എങ്ങനെ അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ ശുപാർശ ചെയ്യാനാ? എന്റെ സഹോദരിമാര് ചിന്തിക്കണം. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരാൾക്കും സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ലാ യൻദുറുല്ലാഹു ഇലൽ മർഅത്തി ലാ തഷ്കുറു ലിസൗജിഹാ. ഭർത്താവിനോട് നന്ദിയില്ലാത്ത ഒരു പെണ്ണ്, അങ്ങനെ ഒരു പെണ്ണിലേക്ക് അള്ളാഹു കരുണയുടെ നോട്ടം നോക്കുക പോലുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കരുണയുടെ നോട്ടം നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പോകാനാ? എങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പോകാനാ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം ഞാൻ നരകം കണ്ടു. റസൂല് പറയുന്നു, ഒരു ദിവസം ഞാൻ നരകം കണ്ടു. അങ്ങനെ ഞാൻ ആ നരകത്തെ കാണുമ്പോൾ വല്ലാത്ത ഭീതിജനകമായ വല്ലാത്ത അവസ്ഥയിലാണ് ആ നരകത്തെ കണ്ടത്. വല്ലാത്ത തീനാളങ്ങൾ കത്തിയെരിയുന്ന ചൂടോടുകൂടി ഞാൻ നരകത്തെ കാണുമ്പോൾ അന്ന് ഞാൻ നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. അന്ന് ഞാൻ നരകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. ഹബീബായ റസൂൽ അത് പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് യാ റസൂലല്ലാഹ്? ഹബീബായ റസൂലേ, കാരണമെന്താ നബിയേ? നരകത്തിലും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വരാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബികുഫ്രിഹിന്ന, അവരുടെ കുഫ്ർ കൊണ്ടാണ്, അവരുടെ നന്ദികേട് കൊണ്ടാണ്, അവരുടെ അനുസരണക്കേടുള്ള സ്വഭാവം കൊണ്ടാ. ഹബീബായ റസൂൽ പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യക്ഫുർന ബില്ലാഹ്, അവർ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നത് കൊണ്ടാണോ? അല്ലാഹുവിനോട് കുഫ്ർ വെച്ചുകൊണ്ടാണോ നബിയേ? അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണോ? അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാണോ? ഹബീബായ റസൂൽ പറഞ്ഞു, അല്ല അല്ല. പിന്നെയോ യക്ഫുർനൽ അശീ വയക്ഫുർനൽ ഇഹ്സാൻ,
ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാ, ഭർത്താക്കന്മാരുടെ ഉപകാരങ്ങളെ നിഷേധിച്ചത് കൊണ്ടാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, ഏ ഭർത്താക്കന്മാരെ, ജീവിതകാലം മുഴുവനും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ എത്ര തന്നെ നന്മകൾ ചെയ്തെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ഭാര്യമാർക്ക് എത്ര തന്നെ സൗകര്യങ്ങളും സുഹൃതങ്ങളും നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും, ഇദാ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, എത്ര തന്നെ ഉപകാരങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും, എന്നിട്ട് എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങളിൽ നിന്ന് കണ്ടാൽ അവൾ പറയുന്നതാണ്, ഒരിക്കലും നിങ്ങളെ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല, ഇന്ന് വരെയും നിങ്ങളെ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ലല്ലോ. എത്ര ഉപകാരങ്ങൾ ചെയ്തു കൊടുത്താലും, എത്ര സൗകര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താലും, എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങളിൽ നിന്ന് കണ്ടുപോയാൽ ഉടൻ തന്നെ അവൾ പറയുന്നതാണ്, ഇന്ന് വരെയും നിങ്ങളിൽ നിന്നും എനിക്കൊരു പ്രയോജനവുമില്ലല്ലോ. ഉപകാരങ്ങൾ ചെയ്തു തന്ന, സൗകര്യങ്ങൾ ചെയ്തു തന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കി നന്ദി കെട്ട വർത്തമാനം നടത്തുന്ന പെണ്ണ് അവളും നരകത്തിലേക്ക് പോകുന്ന പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണ് എങ്ങനെയുള്ള പെണ്ണാ? സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണ് ഏത് സ്വഭാവമുള്ള പെണ്ണാ? അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്നത്തി അദൂദുൽ വദൂദു അലാ സൗജിഹാ അല്ലതി ഇദാ ഗലബാ. അതേ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്നത്തി അദൂദുൽ വദൂദു അലാ സൗജിഹാ. നിങ്ങളോട് സ്നേഹമുള്ള, നിങ്ങൾക്ക് വേണ്ടി പ്രസവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് സ്വർഗ്ഗത്തിലാ. എപ്പോഴും അറിയുമോ? അല്ലതി ഇദാ ഗലബ അലൈഹാ, അവളുടെ ഭർത്താവ് അവളോട് കോപിക്കുകയാണ്. അവൾ എന്തെങ്കിലും തെറ്റോ അനുസരണക്കേടോ നടത്തുമ്പോൾ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് അവളോട് കോപിക്കുകയാണ്, അവളോട് ദേഷിക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തോടെ കോപത്തോടു കൂടി വീട് വിട്ടിറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ വീടിന്റെ മുന്നിലേക്കും മറപ്പടിയിലേക്ക് അകത്തങ്ങളിലേക്ക് കടന്നു ചെന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന്, ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന്, എന്നിട്ട് ഈ ഭാര്യയുടെ കൈ തന്റെ ഭർത്താവിന്റെ കൈയുടെ മുകളിലേക്ക് വെച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണ് പറയും അത്രേ, നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടല്ലാതെ, എന്നോട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലാതെ, ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് പൊരുത്തം ചോദിക്കുന്ന പെണ്ണ്, നിങ്ങൾ എന്നോട് പൊരുത്തം തന്നിട്ടല്ലാതെ, എനിക്ക് നിങ്ങൾ മാപ്പ് തന്നിട്ടല്ലാതെ, എന്നോടുള്ള പിണക്കവും ദേഷ്യവും എല്ലാം മാറ്റിയിട്ടല്ലാതെ, ഒരുപോലെ കണ്ണടക്കാൻ എനിക്ക് പറ്റൂല. ദേഷിച്ചു നിൽക്കുന്ന ഭർത്താവ്, ആ ഭർത്താവ് പെണ്ണിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും, ഭാര്യയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും, ഒരു കാര്യവുമില്ലാതെ ഭാര്യയോട് ദേഷ്യപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് അയാളുടെ കയ്യിലേക്ക് തന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചു വാങ്ങുന്ന പെണ്ണ്, അങ്ങനെയുള്ള പെണ്ണാണ് സ്വർഗ്ഗത്തിലെ പെണ്ണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ പൊരുത്തം നേടണം സഹോദരി, സ്വർഗം വേണമെങ്കിൽ, സ്വർഗം വേണമെങ്കിൽ. ഭർത്താവ് നിന്നോട് ദേഷിച്ചു, ഭർത്താവ് വഴക്കു പറഞ്ഞു, ഹദീസിൽ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭർത്താവ് ഇവളോട് മോശമായി പെരുമാറിയതാ. ഭാര്യ തെറ്റുകാരിയല്ല, ഭാര്യയുടെ ഭാഗത്താണ് ന്യായം, അവള് പറയുന്നതാ ശരി. എന്നിരുന്നാലും ഈ ഭർത്താവ് ഈ പെണ്ണിനോട് ദേഷിച്ചു പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി.
അല്ലെങ്കിൽ റായത്തോട്ട് പോയി, അല്ലെങ്കിൽ മുറിയിലേക്ക്, അല്ലെങ്കിൽ കട്ടിലിങ്ങനെ തിരിഞ്ഞു കിടന്നു. എന്തായാലും റസൂലുള്ള പറയുന്നു, സ്വർഗത്തിൽ പോന്ന പെണ്ണാണെങ്കിൽ, സ്വർഗത്തിലെ റാണിയാകാൻ കുതിക്കുന്നവളാണെങ്കിൽ ആ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് ഭർത്താവിന്റെ കൈ പിടിച്ച് ഭർത്താവിന്റെ കൈക്ക് മുകളിൽ ഭർത്താവിന്റെ കൈയുടെ മുകളിൽ തന്റെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവർ പറയും, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ, എന്നോട് പൊരുത്തപ്പെടണം, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടിട്ടല്ലാതെ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റൂല എന്ന് ഭർത്താവിന്റെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്കുന്ന പെണ്ണിനാണ് സ്വർഗമെന്ന് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പോകുന്ന പെണ്ണ്. സഹോദരിമാരെ, സ്വർഗത്തിൽ പോകാനുള്ള അവസരമാണ്. സ്വർഗത്തിൽ പോകാനുള്ള അവസരമാണ്. ദുനിയാവിൽ കുറെ സുഖിച്ച്, കുറെ മതിമറന്ന്, കുറെ ഇങ്ങനെ രസിച്ച് മതിച്ച് ജീവിച്ചത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാന്ന് വിചാരിക്കല്ലേ. അങ്ങനെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാം. കുറെ രസിച്ച് ജീവിക്കുക, കുറെ സന്തോഷിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ സഹിക്കണം, ത്യാഗങ്ങളെ സഹിക്കണം, ഇസ്ലാമിന് വേണ്ടി കുറെ ബുദ്ധിമുട്ടുകളെ സഹിക്കണം. ഇതൊക്കെ സഹിക്കുമ്പോഴാ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബിയത്തായ സ്ത്രീ അപസ്മാര രോഗമുണ്ട്. നടന്നു പോകുന്ന വഴിയിൽ അവിടെ വീഴും, അപസ്മാരം വരും, ശരീരം ഇങ്ങനെ വെട്ടിവിറയ്ക്കും. വല്ലാത്ത രോഗം, വല്ലാത്ത ബുദ്ധിമുട്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്നി അതസറഹു വ അതകശഫു, റസൂലേ എനിക്ക് അപസ്മാരം വരും നബിയേ. ആ സമയത്ത് ഞാൻ താഴെ വീണു പോകും, എന്റെ ഔറത്തൊക്കെ വെളിവാകും നബിയേ. താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്ത് എന്റെ ഈ അസുഖം ഒന്ന് മാറ്റണം, എന്റെ ഈ അസുഖം ഒന്ന് മാറ്റണം. ഈ പരീക്ഷണത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബിയേ പെണ്ണേ, ഞാൻ വേണമെങ്കിൽ ദുആ ചെയ്യാം. ഞാൻ ദുആ ചെയ്താൽ ഒരു പക്ഷേ അല്ലാഹു എന്റെ ദുആ സ്വീകരിക്കും, നിന്റെ അസുഖമൊക്കെ മാറിയേക്കും. പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ, നീ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഫലക്കിൽ ജന്ന, നിനക്ക് സ്വർഗം കിട്ടും പെണ്ണേ. എന്തു വേണം? നിനക്ക് ഈ അസുഖമൊക്കെ മാറി സുഖത്തോടൊരു ജീവിതം വേണോ? അതല്ല, സ്വർഗം വേണോ? നിനക്ക് ദുനിയാവിലെ സുഖം വേണോ? അതല്ല, സ്വർഗം വേണോ? ആ മഹദി അവർകൾ പറഞ്ഞു, നബിയേ എങ്കിൽ സ്വബർത്തു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നബിയേ. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കണം പ്രിയപ്പെട്ട സഹോദരിമാരെ, ത്യാഗങ്ങളിൽ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞ് അടിയുറച്ചു നിൽക്കാൻ പറ്റണം. അപ്പോഴാ സ്വർഗമുള്ളത്. അല്ലാതെ കുറെ സുഖിച്ച്, കുറെ രസിച്ച്, കുറെ മതിച്ച്, ത്യാഗങ്ങളും പ്രശ്നങ്ങളും ഒന്നും അറിയാതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് കരുതിയോ? അള്ളാഹു ചോദിക്കുന്നു, معه متى نصر الله ألا إن نصر الله قريب. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, അമ്മസിബുത്തും, നിങ്ങൾ വിചാരിക്കുകയാണോ, നിങ്ങൾ കൊതിക്കുകയാണോ? വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണോ? വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ കൊതിക്കുകയാണോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെയുള്ള ത്യാഗങ്ങളും വേദനകളും യാതനകളും അനുഭവിക്കാതെ സുഖത്തിന്റെ പർദീസയിൽ വിരാജിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ കൊതിക്കുകയാണോ? മസ്സതുഹുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലൂ حتى يقول الرسول والذين آمنوا معه متى نصر الله متى نصر الله. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട വിശുദ്ധമായ ഖുർആൻ സത്യവിശ്വാസികളുടെ മുന്നിൽ പ്രത്യേകം എടുത്തു പറയുകയാ, വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ കരുതിയോ? വെറുതെ നിങ്ങൾ
നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എപ്പോഴാ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നതെന്നറിയുമോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ ത്യാഗങ്ങൾ അനുഭവിക്കാതെ സ്വർഗം കിട്ടുമോ? അവരനുഭവിച്ചതുപോലെ യാതനകൾ അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ? അവരനുഭവിച്ചിട്ടുള്ള വേദനകൾ അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോവുകയാണോ? വിചാരിച്ചു പോവുകയാണോ? സഹോദരിമാരെ തിരിച്ചറിയുക. ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം അറിയില്ലേ? വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചരിത്രത്തിലാദ്യമായി രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് സ്വർഗത്തിലെ റാണിയായി കടന്നുപോയ മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സുമയ്യ ആരെന്നറിയണം പെങ്ങളെ? സുഖത്തിന്റെ പറുദീസയിൽ പിറന്നു വീണ് സമ്പന്നതയുടെ നടുത്തളത്തിൽ വിരാജിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ അറിയാതെ, പ്രയാസങ്ങൾ അറിയാതെ, ഇസ്ലാമിക ലോകം അനുഭവിക്കുന്ന വേദനകളെ പറ്റി അറിയാതെ സീരിയലിന്റെ സിനിമകളുടെ നടുത്തളത്തിലൂടെ കടന്നുപോയി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു സ്വർഗത്തിലേക്ക് പോയാൽ മതിയെന്ന് കൊതിച്ചു പോകുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ, മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അടിമ പെണ്ണായിരുന്ന മഹദിയായ സുമയ്യ, അപർണ കുടുംബത്തിൽപ്പെട്ട മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ, അബൂജഹലും അബൂലഹബും അടക്കമുള്ള മക്കയിലെ സവർണ ഭീകരവാദികൾ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സുമയ്യയെ പട്ടാപ്പകലാളുകൂടുന്നിടത്തേക്ക് വലിച്ചടച്ചുകൊണ്ട് വന്ന് ശരീരത്തിലെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റിയിട്ട് സുമയ്യ എന്ന പാവപ്പെട്ട സ്ത്രീയുടെ നഗ്നമേനിയിലേക്ക് ഒട്ടകത്തെ അടിക്കുന്ന പരിവരുത്ത ചാട്ടവാറ് കൊണ്ടടിക്കാൻ തുടങ്ങുമ്പോൾ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് ചാട്ടവാറ് വന്ന് വീണ് ആ ചാട്ടവാറ് വലിച്ചെടുക്കുമ്പോൾ അത്രയും ഭാഗത്തെ തൊലി കൂടി പറഞ്ഞു പോവുകയാ. വീണ്ടും അതിന്റെ മുകളിലേക്ക് ചാട്ടവാറ് വന്ന് വീഴുകയാ. അടുത്ത തവണ ചാട്ടവാറ് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ മാംസവും രക്തവും ഇങ്ങനെ ചിഹ്നിച്ചു തുടങ്ങുകയാ. പട്ടാപ്പകല് ഉഗ്രതാപം തുപ്പി നിൽക്കുന്ന സൂര്യന്റെ മുമ്പില്, അതികഠിനമായ സൂര്യന്റെ കീഴില്, അതേ അടുപ്പത്തിരിക്കുന്ന ചട്ടി പോലെ ചുട്ടുപഴുത്ത് തിളക്കുന്നതായ മണൽപ്പരപ്പിലും മലർത്തിക്കിടത്തപ്പെടുന്ന മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ. ആ സുമയ്യയെ ചാട്ടവാറടിക്കുമ്പോഴും ആ സുമയ്യ അതികഠിനമായി പീഡിപ്പിക്കുമ്പോഴും കുടിക്കാൻ ഒരു ഇറക്ക് വെള്ളം പോലും കൊടുക്കാതെ സുമയ്യ റളിയല്ലാഹു അൻഹയെ പീഡിപ്പിക്കുമ്പോഴും മക്കയിലെ ഖുറൈശികളുടെ ആവശ്യം ഒന്ന് മാത്രമായിരുന്നു, സുമയ്യ നീ ഇസ്ലാമിനെ ഉപേക്ഷിക്കണം സുമയ്യ, നീ ഇസ്ലാമിനെ ഉപേക്ഷിക്കണം സുമയ്യ. ചരിത്രത്തിന്റെയും നിലകളിൽ ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും പ്രതീകമായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ ആ മക്കയുടെ തെരുവോരങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുമ്പോ സുമയ്യ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നില്ലല്ലോ. ആ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കാലിലും കയറ് കെട്ടിയിട്ട് ആ കയറുകൾ വേഗത്തിലോതുന്ന കുതിരകളുടെ കുളമ്പടികളിൽ കെട്ടിയിട്ട് ആ കുതിരയെ കല്ലുകൾ നിറഞ്ഞ ചുട്ടുപഴുത്ത മണൽപ്പരപ്പുകൾ നിറഞ്ഞ പൂർത്ത കള്ളിമുള്ളുകൾ നിറഞ്ഞ ഭാഗത്തോടുകൂടി വലിച്ചടച്ചു കൊണ്ടുപോകുമ്പോൾ ആ സുമയ്യയുടെ പ്രിയപ്പെട്ട ഭർത്താവ് യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ആ കല്ലുകളിൽ തട്ടി തകർന്ന് ചിഹ്നിച്ചു തറുമ്പോൾ കള്ളിമുൾച്ചെടികളിൽ കോർത്തിട്ട് ആ ശരീരം കീറി ഒരഞ്ഞു മുറിയാൻ തുടങ്ങുമ്പോൾ ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവനും പടച്ചവന്റെ സമക്ഷത്തിലേക്ക് യാത്രയാകുമ്പോ അതികഠിനമായ വേദനകൾ ഏറ്റുവാങ്ങുമ്പോഴും സുമയ്യയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം, ഹബീബായ മുത്ത് റസൂലിന്റെ വാക്കാണ്. അവിടുന്ന് വന്നിട്ട് പറഞ്ഞില്ലേ സുമയ്യ, അല്ലയോ യാസിറേ, അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോനന്മാരെ, ഇസ്ബിറിയാ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. ഏ യാസിറിന്റെ കുടുംബമേ, ഏ സുമയ്യ, ഏ പ്രിയപ്പെട്ട അമ്മാർ എന്ന പൊന്നുമോനെ, ഇസ്ലാമിന് വേണ്ടി ഈ ത്യാഗങ്ങൾ നിങ്ങളൊന്ന് സഹിച്ചാൽ, ഈ വേദനകളും യാതനകളും നിങ്ങളൊന്ന് സഹിച്ചാൽ, ഇന്ന മൗഇദകുമുൽ ജന്ന, അല്ലാഹു നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് സ്വർഗ്ഗമാ, അല്ലാഹു നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് സ്വർഗ്ഗമാ.
സ്വർഗമെന്ന് കേട്ടതും ശരീരത്തിന്റെ വേദനകൾ മറക്കുന്നു സുമയ്യ. സ്വർഗമെന്ന് മറക്കുന്നതും വേദന മറക്കുന്നു സുമയ്യ. ശരീരത്തിന്റെ യാതനകളും മറക്കുന്നു സുമയ്യ. അവസാനം പട്ടാപ്പകല് നാലാളിന്റെ മുമ്പിൽ സുമയ്യ റളിയല്ലാഹു അൻഹയെ പരിപൂർണനയായി കൊണ്ടുവന്ന് രണ്ട് കിങ്കരന്മാർ രണ്ട് വശത്തേക്കും കാല് വലിച്ചു കീറിയിട്ട് അബൂജഹൽ എന്ന നരാധമൻ ഇരുമ്പ് കുന്തം കൊണ്ടുവന്ന് അടിവയറ്റിലേക്ക് ഗുഹ്യഭാഗത്തേക്ക് കുത്തിക്കയറ്റി കൊടല് പുറത്തേക്ക് വന്ന് രക്തം ചീറ്റിയിട്ട് മഹദിയായ സുമയ്യ അതിഭയങ്കരമായ വേദന അനുഭവിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി പടച്ചവനിലേക്ക് യാത്രയാകുമ്പോഴും ഒരേ ഒരു ആഗ്രഹം മാത്രമാ, ഇന്ന മൗഇദകുൽ ജന്ന. ഹബീബായ റസൂൽ പറഞ്ഞ സ്വർഗ്ഗം എനിക്ക് വേണം പടച്ചവനെ. റസൂലുള്ള പറഞ്ഞ സ്വർഗ്ഗം എനിക്ക് വേണം പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ സ്വർഗ്ഗമാണോ നീ കൊതിക്കുന്നത് പെങ്ങളെ? ഈ സ്വർഗ്ഗമാണോ നീ ആഗ്രഹിക്കുന്നത് പെങ്ങളെ? എങ്കിലറിയണം പെങ്ങളെ, ചരിത്രത്തിന്റെ ഇന്നലകളിൽ ജമാൽ അബ്ദുൽ നാസർ എന്ന ഭയങ്കരനായ ഭരണാധികാരിയുടെ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കൊത്തിവലിക്കുന്ന കീറി വലിക്കുന്ന ശരീരത്തിലേക്ക് ചാടി വീടാൻ കൊതിച്ചു നിൽക്കുന്നതായ കുതിച്ചു പായുന്ന വിശക്കുന്ന പേപ്പട്ടികളോടൊപ്പം ദിവസങ്ങളോളം അതേ ഒരു ഇരുമ്പ് സെല്ലിൽ അടക്കപ്പെട്ട മഹദിയായ സൈനബുൽ ഗസാലി എന്ന ഇസ്ലാമിന്റെ ധീര പോരാളിയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്കറിയുമോ ഇത് നീ സീരിയലിൽ കണ്ട പെണ്ണിന്റെ കഥയല്ല, ഇത് നീ സിനിമയിൽ കണ്ട പെണ്ണിന്റെ കഥയല്ല, ഇത് നോവലല്ല പെങ്ങളെ. ഇതൊരു കഥാകാരന്റെ ഭാവനയിലൂടെ കടന്നു വന്ന് അവന്റെ തൂലികയിലൂടെ ഒരു പേനയിലേക്ക് തോറിയിട്ട് അത് സംഭാഷണങ്ങളാക്കി മാറ്റി, അഭിനയ ശകലങ്ങളാക്കി മാറ്റി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്തുന്ന സിനിമാ സീരിയൽ നടീനടന്മാരുടെ അഭിനയം മികവിന്റെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുന്ന കഥയല്ല പെങ്ങളെ. ഇത് ചരിത്രത്തിന്റെ ഇന്നലകളിൽ, അതേ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഈജിപ്തിന്റെ ജയിലറയ്ക്കുള്ളിൽ സത്യത്തിന് വേണ്ടി അണിനിരുന്നതിന്റെ പേരിൽ ജലാൽ അബ്ദുൽ നാസർ എന്ന ഭരണാധികാരി ഒരുക്കിയ അതിഭയങ്കരമായ ജയിലിന്റെ അകത്തളങ്ങളിൽ കടന്നുകൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ച മഹദിയായ സൈനബുൽ ഗസാലി എന്ന ധീര വനിതയെ പറ്റി പഠിക്കണം പെങ്ങളെ. ശരീരം മുഴുവനും ചമ്മട്ടി കൊണ്ടടിച്ച് പൊട്ടിച്ച്, ചാട്ടുവാറ് കൊണ്ടടിച്ച് പൊട്ടിച്ച് സഹപ്രവർത്തകർ മക്കളുടെ പ്രായമുള്ളവരെ കുരിശിലേക്ക് കയറ്റി നിർത്തി പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സ് തളർന്നു പോകാതെ, ശരീരം തകർന്നു പോകാതെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇന്ന മൗഇദകുൽ ജന്ന, സ്വർഗ്ഗത്തിന് വേണ്ടി പീഡനങ്ങളൊക്കെയും സഹിച്ച മഹദിയായ സൈനബുൽ ഗസാലിയുടെ ചരിത്രം അറിയണം പെങ്ങളെ. പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ശരവർഷം പോലെ അതിഭയങ്കരമായ തെറിപ്പൂരങ്ങൾ കൊണ്ട് ജമാൽ അബ്ദുൽ നാസറിന്റെ പട്ടാളക്കാർ ഒരു പാവപ്പെട്ട പെണ്ണിനെ തെറി വിളിക്കുമ്പോൾ, മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിക്കുമ്പോൾ, അതെല്ലാം എന്റെ പടച്ചവന്റെ സ്വർഗ്ഗത്തിന്റെ പാതയിൽ എനിക്ക് നേരിടേണ്ടി വരുന്നത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെല്ലാം ഒരു പാൽ പുഞ്ചിരിയോടുകൂടി തട്ടിത്തെറിപ്പിച്ച മഹദിയായ സൈനബുൽ ഗസാലി. ആ സൈനബുൽ ഗസാലിയുടെ ചരിത്രം അറിയണം പ്രിയപ്പെട്ട പെങ്ങളെ. ത്യാഗങ്ങൾ അത്രയും അനുഭവിക്കുമ്പോഴും പടച്ചവനെ എനിക്ക് സ്വർഗ്ഗം വേണമല്ല, എനിക്ക് സ്വർഗ്ഗം വേണമല്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുന്ന സൈനബുൽ ഗസാലിയുടെ ഷഹീദ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ത്യാഗസമ്പൂർണ്ണ കഥകളിലേക്ക് പോകണോ പെങ്ങളെ? നിനക്കറിയുന്ന നാമങ്ങളില്ലയോ നമ്മളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ? വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെരഞ്ഞെടുക്കുമ്പോൾ സ്വന്തം കുടുംബക്കാർ തന്നെ കൽത്തുറങ്കിലടച്ച ഭരണകീയവും നീതിപീഠവും തനിക്കെതിരായി മാറി ലോകത്തൊരാളും തന്നോടൊപ്പമില്ല എന്ന് തോന്നിയ സന്ദർഭത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രം മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഈമാനിന്റെ ശക്തി കൊണ്ട് ഭരണകൂടവും വീട്ടുകാരും ഒരുക്കി തീർത്ത ആ തടവറയുടെ മതിൽക്കെട്ടുകളെ തകർത്തെറിഞ്ഞതായ ഹാദിയ എന്ന പെൺകുട്ടിയുടെ ചരിത്രം അറിയുമല്ലോ സഹോദരി. നാമൊക്കെയും കണ്ടതല്ലയോ ഹാദിയ? സ്വന്തം മാതാപിതാക്കൾ തന്നെ വീടിന്റെ അകത്തളങ്ങളിൽ ഇട്ടുകൊണ്ട് 63ഓളം പെണ്ണുങ്ങളെ
വാപ്പസി പീഡന കേന്ദ്രങ്ങളിൽ അവരുടെ വായയിൽ തുണി തിരികെ കയറ്റിയിട്ട് കുറുവടികൾ കൊണ്ട് അവരെ മാറി മാറി അടിച്ചിട്ട് അവരുടെ നിലവിളി ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ ഉയർന്ന ശബ്ദത്തിൽ സംഗീതം വെച്ച ആരാധവനായ മനുഷ്യൻ ഹാദിയ എന്ന പാവപ്പെട്ട മെലിഞ്ഞുണങ്ങിയ പെണ്ണിന്റെ മുമ്പിലേക്ക് വന്ന് വേണമെങ്കിൽ നീ ഇസ്ലാമിനെ വിട്ടെറിഞ്ഞു കൊള്ളുക, അല്ലെങ്കിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാവുക എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് എന്റെ പടച്ചവനുണ്ടെന്ന് പറഞ്ഞ ഹാദിയ എന്ന പെണ്ണിന്റെ ചരിത്രമറിയില്ലേ പെങ്ങളൂ? അവസാനം കോടതി മുറിയിലേക്ക് കടന്നു പോകുമ്പോ ലോകത്തെ മുഴുവനും സാക്ഷി നിർത്തിയിട്ട് ഞാൻ ഇപ്പോഴും ഒരു മുസ്ലിമാണ്, ഞാൻ ഇപ്പോഴും ഒരു മുസ്ലിമാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞ ഈമാനിന്റെ ശക്തി കൊണ്ട് ലോകത്തെ മുഴുവനും കീഴടക്കിയ ഈമാനിന്റെ പവർ കൊണ്ട് ലോക മുസൽമാന്റെ മനസ്സിലിടം നേടിയ ഹാദിയ എന്ന പെണ്ണിന്റെ വീരഗാഥ നിനക്കറിയില്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്? കാമുകന് വേണ്ടി ഇസ്ലാം ഉപേക്ഷിക്കുന്ന പെങ്ങള്, അള്ളാനെ ഉപേക്ഷിക്കുന്ന പെങ്ങള്, റസൂലിനെ ഉപേക്ഷിക്കുന്ന പെങ്ങള്, ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അള്ളാനെ പോലും വലിച്ചെറിയാൻ നിനക്ക് മടിയില്ലെങ്കിൽ ഇന്നലകളിൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങളെ അനുഭവിച്ചവരെ തിരിച്ചറിയണം പെങ്ങള്. അറിയുമല്ലോ, ദിവസങ്ങൾ മുമ്പ് ഇവിടെ നിന്ന് മിനിറ്റുകൾ മാത്രം യാത്ര ചെയ്താൽ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന പള്ളിശ്ശേരിക്കൽ തൊട്ടുവാൽ മനസ്സിലിൽ അസ്മാ ബിവി എന്ന പാവപ്പെട്ട ഉമ്മയെ അറിയുമല്ലോ. അല്ലാഹു തആല ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു ആ ഉമ്മയ്ക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അബ്ദുൽ നാസർ മഅദനി എന്ന ധീരനായ പോരാളിക്ക് ജന്മം കൊടുത്ത, അങ്ങനെ ഒരു മകന് ജന്മം കൊടുക്കാൻ ഭാഗ്യം ചെന്ന കേരളത്തിലെ ഒരേ ഒരു ഉമ്മ, ആ പാവപ്പെട്ട ഉമ്മ ജീവിതത്തിൽ എത്രയോ ത്യാഗങ്ങൾ അനുഭവിച്ചവരാണ്. തന്റെ പ്രിയപ്പെട്ട ഏറ്റവും മൂത്ത മകനെ, കുടുംബത്തിന് താങ്ങും തണലാകേണ്ടുന്ന മകനെ ഇൽമിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട് ഇൽമിന്റെ ഉന്നത ശ്രേണികളിലേക്ക് കടന്നുപോയി. ആ പൊന്നുമകൻ ദീനീ സദസ്സുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന പ്രബോധകനായി പരിവർത്തിക്കപ്പെടുമ്പോൾ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് ആ മകനെയോർത്ത് അഭിമാനിച്ചിരുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്നാൽ ഭരണകൂടത്തിന്റെ കരിങ്കണ്ണുകൾ കൊണ്ട് നിയമത്തിന്റെ കരിവിരലിൽ പെടുത്തിക്കൊണ്ട് കൽത്തുറങ്കുകൾ കടകളിലേക്ക് കയ്യാമം വെച്ചുകൊണ്ട് ആ പൊന്നുമോനെ നടത്തിക്കൊണ്ടു പോകുന്നത് കാണാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട ഉമ്മ എന്തൊക്കെ വേദനകളാണ് ജീവിതത്തിൽ അനുഭവിച്ചു തീർത്തത്, എന്തൊക്കെ ത്യാഗങ്ങളാണ് ആ പാവപ്പെട്ട ഉമ്മ അനുഭവിച്ചു തീർത്തത്. പോലീസ് എന്റെ വീട്ടിലേക്ക് കയറിയിറങ്ങുമ്പോൾ ദിവസങ്ങൾ മാത്രം പ്രായമുള്ളതായ കൈക്കുഞ്ഞിനെയും കൊണ്ട് വീടിന്റെ തൊട്ടടുത്തുള്ള കുളിമുറിയിലേക്ക് പോയി അടുക്കള ഒരുക്കി ആ കുളിമുറിയിൽ ഭക്ഷണം പാചകം ചെയ്ത് തന്റെ കുടുംബത്തെ മുന്നോട്ട് നയിച്ച പ്രിയപ്പെട്ട ഉമ്മ. തളർന്നു പോയില്ല ആ ഉമ്മ, തകർന്നു പോയില്ല ഉമ്മ. തന്റെ മകന്റെ മോചനത്തിന് വേണ്ടി ഒരു ഭരണ തമ്പുരാക്കന്മാരുടെയും തെണ്ടയിൽ പോയി കൈകൂപ്പി യാചിക്കാൻ നിന്നില്ല പാവപ്പെട്ട ഉമ്മ. അള്ളാഹുവിന് വേണ്ടി സർവ്വതും ശ്രമിച്ചുകൊണ്ട്, അള്ളാഹിന് വേണ്ടി എല്ലാം ക്ഷമിച്ചും സഹിച്ചും കൊണ്ട്, എല്ലാം പടച്ച തമ്പുരാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഉമ്മ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വലതുകാല് ഭീകരവാദികൾ തകർത്തു കളഞ്ഞു എന്ന് കേട്ടുകൊണ്ട് കണ്ണീരൊഴുക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട ഉമ്മ, വികലാംഗനായ രോഗങ്ങൾ പേറുന്ന തന്റെ പ്രിയപ്പെട്ട മകന് ജയിലിന്റെ അകത്തകളിലേക്ക് കൊണ്ടുപോയി വർഷങ്ങളോളം തന്റെ പ്രിയപ്പെട്ട മകനെ ഒന്ന് കാണാൻ കഴിയാതെ വിഷമത്തോടെ കഴിയാൻ വിധിക്കപ്പെട്ട ഉമ്മ. അറിയണം പെങ്ങളെ, ആ ഉമ്മ തകിച്ച ത്യാഗങ്ങള്, ആ ഉമ്മ അനുഭവിച്ച വേദനകള് ഒക്കെയും പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടി, എല്ലാം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തന്റെ മകന്റെ മുഖമെന്ന് കാണാൻ ഭരണത്തമ്പുരാക്കന്മാരുടെ കനിവിന് വേണ്ടി കാത്തുകിടക്കേണ്ടി വന്ന ഉമ്മ അവസാനം രോഗബാധിതരായി കിടക്കുന്ന ഉമ്മയുടെ ഖിദ്മത്തിന് വേണ്ടി അതേ ബാംഗ്ലൂരിന്റെ വീട്ടുതടങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പൊന്നുമോനോട് ഭരണകൂടം പറഞ്ഞ മിണ്ടിപ്പോകരുത് എന്ന വാർത്ത പോലും അറിയാതെ തന്റെ മകനെ ഓർത്തുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞ ഉമ്മ, ആ ഉമ്മയുടെ ഭാഗ്യമല്ലയോ ജീവിതകാലം അത്രയും തന്നോടൊപ്പം
വന്നിരിക്കാൻ കൊതിച്ച പൊന്നുമോൻ മരിക്കുന്ന സമയത്ത് തന്റെ ചാരത്ത് ആ പൊന്നുമോനുണ്ടായിരുന്നെങ്കിൽ ജീവിതത്തിൽ തുല്യതയില്ലാത്ത യാതനകളും വേദനകളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ നിന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സമക്ഷത്തിലേക്ക് യാത്രയായ അസ്മാ ബീവി എന്ന ഉമ്മയുടെ ആഗ്രഹവും അല്ലാഹുവേ എനിക്ക് സ്വർഗം വേണമല്ലാ, അല്ലാഹുവേ എനിക്ക് സ്വർഗം വേണമല്ലാ. ഖുർആൻ പറയുന്നു സ്വർഗത്തിലെ പെണ്ണേ, സ്വർഗത്തിലെ റാണിയാകണോ പെണ്ണ് എങ്കിൽ ചരിത്രത്തിന്റെ ഇന്നലകളിൽ സ്വർഗത്തിലെ റാണിയാകാൻ അല്ല സ്വർഗത്തിലെ രാജ്ഞിയാകാൻ അല്ലാഹുവിന്റെ മുമ്പിൽ സകലതും ക്ഷമിച്ചുകൊണ്ട് തന്റെ ജീവിതം ലോകത്തിന് മാതൃകയാക്കിയ മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹയെ അറിയണം പെങ്ങളെ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാ എല്ലാ സത്യവിശ്വാസികൾക്കും മാതൃകയാണ്, എല്ലാ സത്യവിശ്വാസികൾക്കും മാതൃകയാണ് ആസിയ. ഇത് കാലത്ത് റബ്ബി മിനിലി عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും യാതനകൾ അനുഭവിക്കുമ്പോഴും ഫറോവയുടെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ അതികഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഭയങ്കരമായ തീക്കുണ്ടാരമൊരുക്കി കൂട്ടുകാരികളെയും കുഞ്ഞുമക്കളെയും തീയിലേക്ക് എറിഞ്ഞുകൊണ്ട് ഫറോവ എന്ന ഭയങ്കരനവന്റെ വൈരാഗ്യം പ്രകടിപ്പിക്കുമ്പോൾ അടുത്തത് തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് നീയാണ് ആസിയ. ആസിയ ഈ തീക്കനകളെറിയുന്നത് നിനക്ക് വേണ്ടിയാണ്. ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹിനെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം ആസിയ. ബീവി ആസിയ റളിയല്ലാഹു അൻഹയോട് പറയപ്പെടുമ്പോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കണ്ടുകൊണ്ട് പടച്ചവനേ ഫറോവയുടെ കൊട്ടാരത്തിലെ അലങ്കാരങ്ങൾ എനിക്ക് വേണ്ട അല്ലാഹ്, ഇവിടുത്തെ അഹങ്കാരങ്ങൾ എനിക്ക് വേണ്ട അല്ലാഹ്, ഇവിടുത്തെ ആഡംബരങ്ങൾ എനിക്ക് വേണ്ട അല്ലാഹ്, ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട അല്ലാഹ്. ആസിയ റളിയല്ലാഹു അൻഹ ഒന്ന് മനസ്സ് വിചാരിച്ചെങ്കിൽ ഫറോവയുടെ കൊട്ടാരത്തിലെ സ്വർണ്ണത്തലകളിൽ ഭക്ഷണം കഴിക്കാമായിരുന്ന ആസിയ ഫറോവയുടെ കൊട്ടാരത്തിലെ സ്വർണ്ണ ചീപ്പ് കൊണ്ട് മുടി ചീകാൻ കഴിയുമായിരുന്ന ആസിയ ഫറോവയുടെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളില് അതേ പട്ടുനൂലിന്റെ ഉടയാടകൾ അണിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള അവസരം കിട്ടുമായിരുന്ന ആസിയ എല്ലാം പടച്ചവന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവേ ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെക്കാളും എനിക്ക് വലുത് നിന്റെ സ്വർഗമാണല്ലാ. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ എനിക്ക് വേണ്ടത് നിന്റെ സ്വർഗമാണ്. നിന്റെ സ്വർഗ്ഗത്തിൽ എനിക്കൊരു കൊട്ടാരം വേണമല്ലാ, നിന്റെ സ്വർഗ്ഗത്തിൽ എനിക്കൊരു കൊട്ടാരം വേണമല്ലാ, നിന്റെ സ്വർഗ്ഗ കൊട്ടാരത്തിലെ രാജ്ഞിയാകണമല്ലാ. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഫറോവ ഒരുക്കിയ തീക്കുണ്ടാരത്തിലേക്ക് ചാടുവാനും ആസിയ തയ്യാർ. എനിക്ക് വേണ്ടത് സ്വർഗം മാത്രമാണല്ലോ. ഭരണകൂട ഭീകരവാദിയായ ഫറോവയിൽ നിന്ന് എനിക്ക് മോചനം വേണമല്ല. അക്രമകാരികളായ ഭരണകൂട ഭീകരവാദികളിൽ നിന്നും എനിക്ക് മോചനം വേണമല്ല എന്നല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. ആ ബീവി ആസിയ പോകുന്ന സ്വർഗം വേണോ പെങ്ങളെ? മഹദിയായ ഖദീജ ബീവി പോകുന്ന സ്വർഗം വേണോ പെങ്ങളെ? മഹദിയായ ഫാത്തിമത്തു സഹറ ബത്തൂൽ പോകുന്ന സ്വർഗം വേണോ പെങ്ങളെ? മഹദിയായ മുൻഗാമികളായ മഹിതകളായ മഹത്തുക്കൾ പോയ സ്വർഗം വേണോ പെങ്ങളെ? അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ത്യാഗസമ്പൂർണമായ ജീവിതം നയിച്ചോ എങ്കിൽ നിനക്ക് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. ത്യാഗങ്ങൾ അനുഭവിക്കുന്നവർക്കാണ് സ്വർഗം. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തന്റെ സുഖവും തന്റെ സൗകര്യവും തന്റെ വിഷമങ്ങളും മാറ്റിവെക്കുന്നവർക്കാണ് സ്വർഗം. അല്ലാഹു അവന്റെ പൊരുത്തത്തിന് അവന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ തൃപ്തിയും പൊരുത്തങ്ങളും എല്ലാം മാറ്റിവെക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.